സോ ഓട്ടോമൊബൈൽ സെഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 61 മുതലാണ്. 61 to 100 ഓട്ടോമൊബൈൽ ക്വസ്റ്റ്യനുകളായിരുന്നു. സോ അതിലൊന്നാമത്തെ ചോദ്യം, CRDI ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: ഇഗ്നീഷൻ സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, സസ്പെൻഷൻ സിസ്റ്റം. അപ്പോൾ എന്താണ് CRDI? CRDI സ്റ്റാൻഡ്സ് ഫോർ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അപ്പോൾ ഡീസൽ എഞ്ചിനുകളിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്, ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണത് CRDI. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്യൂവൽ സിസ്റ്റം. ഇപ്പോൾ നമ്മളുടെ സിലബസിൽ ഫ്യൂവൽ സിസ്റ്റം, ആ ഒരു ഫ്യൂവൽ സിസ്റ്റത്തിലല്ല CRDI ടോപ്പിക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ മോഡേൺ വെഹിക്കിൾ ടെക്നോളജി എന്നൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. CRDI, MPFI ഒക്കെ ആ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: EGR ഈസ് എംപ്ലോയിഡ് ടു റെഡ്യൂസ്. EGR അത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: നോയ്സ് കുറക്കാൻ വേണ്ടിയാണ്, ഹാർഷ്നെസ് കുറക്കാൻ വേണ്ടിയാണ്, എമിഷൻ കുറക്കാൻ വേണ്ടിയാണ്, വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയാണ്. സോ EGR സ്റ്റാൻഡ്സ് ഫോർ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എമിഷൻ കുറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ VVTI ഈസ് എംപ്ലോയിഡ് ടു ഓപ്പറേറ്റ്. അടുത്ത ചോദ്യം ഇതാണ്: VVTI ഈസ് എംപ്ലോയിഡ് ടു ഓപ്പറേറ്റ്. ഓപ്ഷൻ തന്നിരിക്കുന്നു: വാൽവ് ട്രെയിൻ, ക്ലച്ച്, സ്റ്റിയറിംഗ്, വാരിയബിൾ വെഞ്ചുറി, കാർബറേറ്റർ. സോ VVT means variable valve timing and I stands for intelligent. അപ്പോൾ അതൊരു ടെക്നോളജിയാണ്, വാരിയബിൾ വാൽവ് ടൈമിംഗ്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ഓർ ഇറ്റ് ഈസ് എംപ്ലോയിഡ് ടു ഓപ്പറേറ്റ് വാൽവ് ട്രെയിൻ. അടുത്ത ചോദ്യം ഇതാണ്: ഫോർവേഡ് എഫിഷ്യൻസി. ഫോർവേഡ് എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ ആ ഒരു ചോദ്യം ഫൈനൽ കീ വന്നപ്പോൾ ക്യാൻസലായ ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്: HUD ഈസ് എ ടേം ലിങ്ക്ഡ് വിത്ത് ഡാഷ് ഓഫ് ദി മോഡേൺ വെഹിക്കിൾ. HUD എന്താണ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: A ട്രാൻസ്മിഷൻ, B എയറോഡൈനാമിക്സ്, C ഹാൻഡ്ലിംഗ് ആൻഡ് D ഗേജസ്. അപ്പോൾ HUD സ്റ്റാൻഡ്സ് ഫോർ ഹെഡ് അപ്പ് ഡിസ്പ്ലേ. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗേജസ് ഓഫ് ദി മോഡേൺ വെഹിക്കിൾ. അടുത്ത ചോദ്യം ഇതാണ്: ആൻറ്റി ഡാസിൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് സിസ്റ്റം. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഇൻഡിക്കേറ്റർ, ചാർജിംഗ്, ഹെഡ് ലാമ്പ്. അപ്പോൾ ആൻറ്റി ഡാസിൽ ഡിവൈസസ് ദേ ആർ യൂസ്ഡ് ഇൻ ഹെഡ് ലാംപ്സ്. സോ ഓപ്ഷൻ D ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം ഇതായിരുന്നു: FFV. FFV സ്റ്റാൻഡ്സ് ഫോർ, FFV എന്താണ്? ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾ ആണോ, ഫ്യൂവൽ ഫ്രീ വെഹിക്കിൾ ആണോ, ഫുള്ളി ഫോർവേഡ് വെഹിക്കിൾ ആണോ, ഫ്രണ്ട് ഫൈനൽ ഡ്രൈവ് വെഹിക്കിൾ ആണോ? സോ FFV സ്റ്റാൻഡ്സ് ഫോർ ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾ. ഒന്നിലധികം ഫ്യൂവലുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന, വർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളാണ് ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിളുകൾ. FFV സ്റ്റാൻഡ്സ് ഫോർ ഫ്ലെക്സി ഫ്യൂവൽ വെഹിക്കിൾ. ഷ്രെഡർ വാൽവ് അപ്പിയേഴ്സ് ഓൺ. അതായിരുന്നു അടുത്ത ചോദ്യം. ഷ്രെഡർ വാൽവ് അപ്പിയേഴ്സ് ഓൺ. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, വീൽ അസംബ്ലി, ഫ്യൂവൽ സിസ്റ്റം. അപ്പോൾ ഷ്രെഡർ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീൽ അസംബ്ലിയിലാണ് വരുന്നത്. സോ ഓപ്ഷൻ C വാസ് ദി ആൻസർ. അപ്പോൾ ഷ്രെഡർ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വാഹനത്തിലേക്ക് എയർ അടിക്കില്ലേ, അപ്പോൾ അവിടെ വരുന്ന ആ ഒരു വാൽവിനെയാണ് ഷ്രെഡർ വാൽവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി വീൽ അസംബ്ലി. അടുത്ത ചോദ്യം ഇതായിരുന്നു: EBD ഈസ് എ ഡാഷ് ഡിവൈസ് ഇൻ മോഡേൺ വെഹിക്കിൾ. EBD ഈസ് എ ഡാഷ് ഡിവൈസ് ഇൻ മോഡേൺ വെഹിക്കിൾ. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: ബ്രേക്ക് അസിസ്റ്റൻസ്, സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇലക്ട്രോണിക് ഇഗ്നീഷൻ, എമിഷൻ കൺട്രോൾ. അപ്പോൾ EBD എന്ന് പറഞ്ഞാൽ
So EBD stands for Electronic Brake Force Distribution. So EBD stands for Electronic Brake Force Distribution. ഇപ്പോൾ വാഹനത്തിൽ ഫ്രണ്ട് ആക്സിലും റിയർ ആക്സിലും വരുന്ന വെയ്റ്റിനനുസരിച്ച്, അതായത് പാസഞ്ചേഴ്സിൻ്റെയും ലഗേജിൻ്റെയൊക്കെ ഒക്യുപ്പൻസി അനുസരിച്ച് ഫ്രണ്ട് വീലുകളിലെയും റിയർ വീലുകളിലെയും ബ്രേക്കിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നൊരു സിസ്റ്റമാണത്. സോ EBD ഈസ് എ ബ്രേക്ക് അസിസ്റ്റൻസ് ഡിവൈസ്. സോ ഓപ്ഷൻ എ വാസ് ദി ആൻസർ. അടുത്ത ചോദ്യം ഇതായിരുന്നു. വിസ്കസ് കപ്ലിംഗ് ഈസ് എംപ്ലോയിഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡാഷ് ഇൻ മോഡേൺ വെഹിക്കിൾസ്. വിസ്കസ് കപ്ലിംഗ് അത് എന്തിനു പകരമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: സ്റ്റിയറിംഗ്, ഡിഫറൻഷ്യൽ, ബ്രേക്ക്, യൂണിവേഴ്സൽ ജോയിൻറ്റ്. സോ വിസ്കസ് കപ്ലിംഗ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫറൻഷ്യൽ ഇൻ മോഡേൺ വെഹിക്കിൾസ്. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. സൂട്ട്. സൂട്ട് ഈസ് എ ടൈപ്പ് ഓഫ്, ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: ബോഡി പാനൽ, ടയർ, ഇഗ്നീഷൻ, എമിഷൻ. സൂട്ട് ഈസ് എ ടൈപ്പ് ഓഫ് എമിഷൻ. ഓപ്ഷൻ ഡി ആയിരുന്നു. ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. കൗൾ. കൗൾ ഈസ് എ പാർട്ട് ഓഫ്, ഓപ്ഷൻ എ ബോഡി പാനൽ, ഇനി ഇൻഡിക്കേറ്റർ, എൻജിൻ, ട്രാൻസ്മിഷൻ. സോ കൗൾ ഈസ് എ പാർട്ട് ഓഫ് ബോഡി പാനൽ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം ഇതാണ്. ബ്ലോ ബൈ ഗ്യാസസ് ക്യാൻ ബി റിലീവ്ഡ് ബൈ. ബ്ലോ ബൈ ഗ്യാസസ് ക്യാൻ ബി റിലീവ്ഡ് ബൈ. ബ്ലോ ബൈ ഗ്യാസുകളെ റിലീവ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: പ്രഷർ ക്യാപ്പ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ബ്ലോ ബൈ ഗ്യാസസ് ക്യാൻ ബി റിലീവ്ഡ് ബൈ. അപ്പോൾ ഓപ്ഷൻ തന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ പ്രഷർ ക്യാപ്പ്, ഓപ്ഷൻ ബി എക്കണോസ്റ്റാറ്റ്. സോ അടുത്ത ചോദ്യം ഇതാണ്. ബ്ലോ ബൈ ഗ്യാസസ് ക്യാൻ ബി റിലീവ്ഡ് ബൈ. ഓപ്ഷൻ തന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ പ്രഷർ ക്യാപ്പ്, ഓപ്ഷൻ ബി എക്കണോസ്റ്റാറ്റ്, ഓപ്ഷൻ സി PCV വാൽവ്, ഓപ്ഷൻ ഡി തെർമോസ്റ്റാറ്റ് വാൽവ്. സോ ബ്ലോ ബൈ ഗ്യാസുകൾ അത് റിലീവ് ചെയ്യുന്നത് PCV വാൽവ് ഉപയോഗിച്ചാണ്. പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ ആണ് PCV വാൽവ് ഉപയോഗിച്ചാണ് ബ്ലോ ബൈ ഗ്യാസുകളെ റിലീവ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. എക്സ്പാൻഷൻ ടാങ്ക് ഈസ് എംപ്ലോയിഡ് ഇൻ ഡാഷ് സിസ്റ്റം. എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിക്കുന്നത് ഈ പറയുന്നതിൽ ഏത് സിസ്റ്റത്തിലാണ്? ഫ്യൂവൽ സിസ്റ്റത്തിലാണോ, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണോ, കൂളിംഗ് സിസ്റ്റത്തിലാണോ, ബ്രേക്കിലാണോ? സോ എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിക്കുന്നത് കൂളിംഗ് സിസ്റ്റത്തിലാണ്. ആ ഒരു കൂളൻ്റ് എക്സ്പാൻഷൻ ടാങ്ക് ഉപയോഗിക്കുന്നത് കൂളിംഗ് സിസ്റ്റത്തിലാണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്ട്രാ വോളിയം അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു എക്സ്പാൻഷൻ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു എക്സ്പാൻഷൻ ടാങ്കിലേക്കുള്ള പാസേജ്, ആ ഒരു വാൽവ് ഇരിക്കുന്നത് നമ്മുടെ പ്രഷർ ക്യാപ്പിലാണ്. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. AC മെക്കാനിക്കൽ പമ്പ് ഈസ് എംപ്ലോയിഡ് ഇൻ. AC മെക്കാനിക്കൽ പമ്പ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സോ ഓപ്ഷൻസ് തന്നിരുന്നത് ഇങ്ങനെയാണ്: ഫ്യൂവൽ സിസ്റ്റത്തിലാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ്, എയർ കണ്ടീഷനിങ് ആണ്, പവർ സ്റ്റിയറിംഗിലാണ്. സോ AC മെക്കാനിക്കൽ പമ്പ് അതൊരു ഫ്യൂവൽ പമ്പാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ, ഫ്യൂവൽ സിസ്റ്റം. പൾസേഷൻ ഓഫ് ക്ലച്ച് പെഡൽ ഈസ് ഡ്യൂ ടു. അടുത്ത ചോദ്യം അതായിരുന്നു. പൾസേഷൻ ഓഫ് ക്ലച്ച് പെഡൽ ഈസ് ഡ്യൂ ടു. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്: ലൂസ് റിവെറ്റ്സ്, മിസ്അലൈൻമെന്റ് ഓഫ് എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ, വോൺ ഔട്ട് ക്ലച്ച് ഫേസിംഗ്, ഇൻകറക്റ്റ് ലിങ്കേജ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ആൻസർ ഇതാണ്: മിസ്അലൈൻമെന്റ് ഓഫ് എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ. എഞ്ചിനും ട്രാൻസ്മിഷനും തമ്മിലുള്ള അലൈൻമെന്റിലെ വ്യത്യാസം കൊണ്ടാണ് പൾസേഷൻ ഓഫ് ക്ലച്ച് പെഡൽ ഉണ്ടായത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. കാർ ക്യാൻ സ്റ്റോപ്പ് ഇൻ ഗിയർ ബൈ യൂസിങ്. കാറ് ഒരു ഗിയറിൽ. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. കാർ ക്യാൻ സ്റ്റോപ്പ് ഇൻ ഗിയർ ബൈ യൂസിങ്. അപ്പോൾ ഓപ്ഷൻ തന്നത് ഇതാണ്: വാക്യൂം ക്ലച്ച്, കോൺ ക്ലച്ച്, മൾട്ടിപ്ലേറ്റ് ക്ലച്ച്, ഫ്ലൂയിഡ് ഫ്ലൈവീൽ. സോ കാർ ക്യാൻ സ്റ്റോപ്പ് ഇൻ ഗിയർ ബൈ യൂസിങ് ഫ്ലൂയിഡ് ഫ്ലൈവീൽ.
ഇപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? ടോർക്ക് ട്രാൻസ്ഫർ at an angle is provided on propeller shaft by using. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ ആംഗിളിൽ ഒരു പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത് ഏത് ഡിവൈസാണ്? സെൻറ്റർ സപ്പോർട്ട് ബെയറിംഗ് ആണോ, സ്ലിപ്പ് ജോയിൻ്റ് ആണോ, യൂണിവേഴ്സൽ ജോയിൻ്റ് ആണോ, ഡിഫറൻഷ്യൽ ആണോ? സോ ആംഗിളിൽ പവർ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത് യൂണിവേഴ്സൽ ജോയിൻറ്റുകളാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. സ്ക്രബ് റേഡിയസ്. സ്ക്രബ് റേഡിയസ് ഈസ്, എന്താണ് സ്ക്രബ് റേഡിയസ്? അതായിരുന്നു അടുത്ത ചോദ്യം. സോ ഓപ്ഷൻസ് തന്നത് ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കിങ് പിൻ ആക്സിസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് വീൽ കോണ്ടാക്ട് പോയിന്റ് ഓൺ ദി ഗ്രൗണ്ട്. ഇനി ഇന്നർ വീൽ റേഡിയസ് ആണ്, ഔട്ടർ വീൽ റേഡിയസ് ആണ്, ടേണിംഗ് റേഡിയസ് ആണ്. അപ്പോൾ സ്ക്രബ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ kingpin axis on the ground and wheel contact point on the ground. Next question. The ratio of side force to the slip angle. The ratio of side force to the slip angle. അതിനെ എന്ത് പറയും? Thrust power എന്ന് പറയും, cornering power എന്ന് പറയും, cornering angle എന്ന് പറയും, steering angle എന്ന് പറയും. So the ratio of side force to the slip angle, that is called cornering power. Option B is the answer. Torsion bar is used for. എന്തിനാണ് torsion bar ഉപയോഗിക്കുന്നത്? So keeping the wheel track. ഓപ്ഷൻ എ തന്നത് keeping the wheel track constant എന്നായിരിക്കും. ഇനി ഓപ്ഷൻ ബി protecting the vehicle from crash. ഓപ്ഷൻ സി vibration damping. ഓപ്ഷൻ ഡി സസ്പെൻഷൻ സിസ്റ്റം. അപ്പോൾ ടോർഷൻ ബാർ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിലാണ്. ഇപ്പോൾ ടോർഷൻ ബാറിന് ഒരു സ്പ്രിങ്ങിനെ പോലെ തന്നെ ആക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ലീഫ് സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്, കോയിൽ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടോർഷൻ ബാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. ദ അൺബാലൻസ്ഡ് വീൽ ഗിവ്സ് റൈസ് ദ പ്രോബ്ലം ഓഫ്. ഒരു അൺബാലൻസ്ഡ് വീലാണ് എങ്കിൽ അത് ഈ പറയുന്നതിൽ ഏതിന് കാരണമാകും? വീൽ വോബിൾ, സൈഡ് പുള്ളിങ്, സൈഡ് വിയർ, സ്കിഡിങ്. ഒരു അൺബാലൻസ്ഡ് വീലാണ് എങ്കിൽ ദാറ്റ് വിൽ കോസ് ടു വീൽ വോബിൾ. ഇപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. സ്കിഡിങ് ഓഫ് വീൽസ് അവോയ്ഡഡ് ബൈ. ഇപ്പോൾ വീല് സ്കിഡാകാതിരിക്കണമെങ്കിൽ താഴെ പറയുന്നതിൽ എന്താണ് ചെയ്യേണ്ടത്? ഓർ ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ. ഓപ്ഷൻ തന്നത് ഇങ്ങനെയാണ്. ബ്രേക്ക് കോമ്പൻസേഷൻ. ബ്രേക്ക് കോമ്പൻസേഷൻ വഴിയാണ് സ്കിഡിങ് അവോയ്ഡ് ചെയ്യുന്നത്. ഇനി യൂസിങ് ക്രോസ് ടയർ ത്രെഡ്, അതുപയോഗിച്ചാണ്. ക്രോസ് ടയർ ത്രെഡ് ഉപയോഗിച്ചാണ്. ക്രോസ് ടയർ ത്രെഡ് ഉപയോഗിച്ചാണ്. യൂസിങ് ABS ആൻഡ് ഡൈനാമിക് ബ്രേക്കിംഗ് സിസ്റ്റം, അതായിരുന്നു ഓപ്ഷൻ ഡി. അപ്പോൾ സ്കിഡ് ആവാതിരിക്കാൻ, വീലുകൾ സ്കിഡ് ആകാതിരിക്കാൻ വേണ്ടി, അപ്പോൾ വീല് ലോക്ക് ആവുന്നത് കൊണ്ടാണ് വീല് സ്കിഡ് ആവുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി സ്കിഡ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ABS ആണ്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ ABS ഉപയോഗിക്കുമ്പോൾ വീല് സ്കിഡ് ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയും, അതേപോലെ തന്നെ വാഹനം സ്കിഡായി പോകില്ല. ബ്രേക്ക് കാലിപ്പർ ഈസ്. അപ്പോൾ ഓപ്ഷൻ എ തന്നത് യൂസ്ഡ് ഇൻ ഡിസ്ക് ബ്രേക്സ്. ഡിസ്ക് ബ്രേക്കിലാണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ബ്രേക്ക് പാഡ് തിക്നെസ്. ബ്രേക്ക് പാഡിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാനാണ് ബ്രേക്ക് കാലിപ്പർ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ബ്രേക്ക് സെറ്റിംഗ്. ബ്രേക്ക് സെറ്റിങ്ങിനാണ് അത് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ കാലിബ്രേറ്റിംഗ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ബ്രേക്ക് കാലിപ്പർ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്കുകളിലാണ്. അപ്പോൾ രണ്ട് തരം ബ്രേക്കുകളുണ്ട്. ഡ്രം ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്കുകളും നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാലിപ്പർ ഉപയോഗിക്കുന്നത് ഡിസ്ക് ബ്രേക്കിലാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം ഇതായിരുന്നു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ലൈൻ ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽസ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ലൈൻ ഓഫ് ദി ഫ്രണ്ട് ആൻഡ് റിയർ ആക്സിൽസ്. അപ്പോൾ ആക്സിൽ ഡിസ്റ്റൻസ് ആണ്, ഇഫക്റ്റീവ് ഷാസി ലെങ്ത് ആണ്, വീൽ ബേസ് ആണ്, വീൽ ട്രാക്ക് ആണ്. അപ്പോൾ വീൽ ബേസ് ആണോ വീൽ ട്രാക്ക് ആണോ? അപ്പോൾ അത് വീൽ ബേസ് ആണ്. ഫ്രണ്ട് വീലിൻ്റെയും റിയർ വീലിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വീൽ ബേസ് ആണ്.
ഫ്രണ്ട് വീലുകളുടെ ഫ്രണ്ട് ആക്സിലിലെ വീലുകളുടെ സെൻറ്റർ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നുവെങ്കിൽ അത് വീൽ ട്രാക്ക് ആകുമായിരുന്നു അല്ലേ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഈസ് യൂസ്ഡ് ഫോർ. അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റെഡ്യൂസിങ് സ്റ്റിയറിംഗ് ഹാർഡ്നെസ്, reducing steering hardness, keeping equal angle of turning of front wheels, reducing steering shake, getting correct steering angle. അക്രമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം അത് ഉപയോഗിക്കുന്നത് ഗെറ്റിംഗ് കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ. അപ്പോൾ ഒരു കറക്റ്റ് കണ്ടീഷൻ ഫോർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു ടേൺ എടുക്കുമ്പോൾ അതിൻ്റെ ഇന്നർ വീല് ഔട്ടർ വീലിനേക്കാൾ കൂടുതൽ ആംഗിളിൽ ടിൽറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഗെറ്റിംഗ് കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ. അക്രമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഈസ് യൂസ് ഫോർ ഗെറ്റിംഗ് കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. ടോപ്പ് ഓഫ് ദ ഫ്രണ്ട് വീൽ സ്ലാൻഡ് വെർട്ടിക്കലി ഔട്ട്വേർഡ് ഈസ് കോൾഡ്. അപ്പോൾ ഇത് വീൽ അലൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ വീലിൻ്റെ മുകൾ ഭാഗം അത് പുറത്തേക്ക് തള്ളിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്ത് പറയും? നെഗറ്റീവ് ക്യാമ്പർ, പോസിറ്റീവ് കാസ്റ്റർ, ടോ ഔട്ട്, പോസിറ്റീവ് ക്യാമ്പർ. സോ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്യാമ്പർ. പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് അതിന് നമ്മൾ പോസിറ്റീവ് ക്യാമ്പർ എന്ന് പറയുന്നു. ഇനി അകത്തേക്കായിരുന്നുവെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ് ക്യാമ്പർ. ഓവർ ഡ്രൈവ് ഇസ് യൂസ്ഡ് ടു. അടുത്ത ചോദ്യം അതാണ്. ഓവർ ഡ്രൈവ് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? സോ ഓപ്ഷൻസ് എന്നത് ഇങ്ങനെയാണ്. ഇൻക്രീസ് ഡ്രൈവിംഗ് കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് കൂട്ടാനാണ്. സ്റ്റെപ്പ് അപ്പ് ദ ഗിയർ റേഷ്യോ കൂട്ടാൻ വേണ്ടിയാണ്. ഡബിൾ ദി വീൽ ആർ പി എം, വീൽ ആർ പി എം കൂട്ടാൻ വേണ്ടിയാണ്. മെയിൻറ്റെയിൻ വീൽ ആർ പി എം വിത്തൗട്ട് എൻജിൻ സപ്പോർട്ട്. സോ ഓവർ ഡ്രൈവ് ഈസ് യൂസ്ഡ് ടു സെറ്റ് അപ്പ് ഗിയർ റേഷ്യോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. Volumetric efficiency of an engine is increased by. Volumetric efficiency increase ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നു. യൂസിങ് ലാർജർ ഇൻലെറ്റ് വാൽവ്, യൂസിങ് മോർ നമ്പർ ഓഫ് പിസ്റ്റൺ റിങ്സ്, ഇൻക്രീസിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് പിസ്റ്റൺ, ഇൻക്രീസിങ് ദി സൈസ് ഓഫ് പിസ്റ്റൺ. അപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ യൂസിങ് ലാർജ് ഇൻലെറ്റ് വാൽവ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. കോൾഡ് റേറ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. കോൾഡ് റേറ്റിംഗ് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻജിൻ കൂളിംഗ് സിസ്റ്റം ആണോ, കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ഓയിലാണോ, ബാറ്ററി ആണോ, ബ്ലോവർ സ്പീഡ് ഓഫ് എ സി ആണോ? സോ കൂളിംഗ് റേറ്റിംഗ്, കോൾഡ് റേറ്റിംഗ്. സോ കോൾഡ് റേറ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ബട്ട് കോൾഡ് റേറ്റിംഗ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബാറ്ററി. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം ഇതായിരുന്നു. സ്പാർക്ക് ഡെവലപ്ഡ് ഇൻ സ്പാർക്ക് പ്ലഗ് വെൻ. ഒരു സ്പാർക്ക് പ്ലഗ് അതിൽ സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? സി ബി പോയിന്റ് ക്ലോസസ്, കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ പോയിന്റ് ക്ലോസ് ആകുമ്പോഴാണ്. സി ബി പോയിന്റ് ഓപ്പൺസ്, കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ പോയിന്റ് ഓപ്പൺ ആകുമ്പോഴാണ്. ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴാണ്. സ്പാർക്ക് പ്ലഗ് ഈസ് ഫൗൾഡ്, സ്പാർക്ക് പ്ലഗ് ഫൗൾ ആകുമ്പോഴാണ്. അപ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നത് അത് ഇഗ്നീഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അത് സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അത് കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ പോയിന്റ് ഓപ്പൺ ആകുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ ക്യാം വന്ന് തട്ടി കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ പോയിന്റ് ഓപ്പൺ ആകുമ്പോഴാണ് സ്പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ടേൺ റേഷ്യോ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ തന്നിട്ട് സ്പാർക്ക് പ്ലഗ് ആണ്, കണ്ടൻസർ ആണ്, കാർബറേറ്റർ ആണ്, ഇഗ്നീഷൻ കോയിലാണ്. സോ ടേൺ റേഷ്യോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇഗ്നീഷൻ കോയിൽ. ഇഗ്നീഷൻ കോയിലിനെ സംബന്ധിച്ച് അതിന് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. സോ ടേൺ റേഷ്യോ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇഗ്നീഷൻ കോയിൽ. അടുത്ത ചോദ്യം ഇതാണ്. ആർ പി എം ഓഫ് ആൻ എൻജിൻ ക്യാൻ ബി മെഷേർഡ് വിത്ത്. ഇപ്പോൾ എൻജിൻ്റെ ആർ പി എം എന്തുപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ അത് ഓഡോമീറ്റർ ആണോ, ഡ്വെൽ മീറ്റർ ആണോ, ടാക്കോമീറ്റർ ആണോ, ട്രിപ്പ് മീറ്റർ ആണോ? അപ്പോൾ ആർ പി എം മെഷർ ചെയ്യുന്നത് അത് ടാക്കോമീറ്റർ ആണ്. ഇനി കിലോമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഫോളോ ത്രൂ ഡ്രൈവ് എംപ്ലോയിഡ് ഇൻ.
ഫോളോ ത്രൂ ഡ്രൈവ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിലാണോ, സസ്പെൻഷൻ സിസ്റ്റത്തിലാണോ, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണോ, EFI സിസ്റ്റത്തിലാണോ? സോ ഫോളോ ത്രൂ ഡ്രൈവ് ഈസ് എംപ്ലോയ്ഡ് ഇൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം ഇതാണ്. സീൽഡ് ബീം യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ്. ഒരു സീൽഡ് ബീം യൂണിറ്റ് അത് എന്തിൻ്റെ ഭാഗമാണ്? ഹെഡ് ലാമ്പ് സർക്യൂട്ടിൻ്റെ ഭാഗമാണ്, ഷാസി ഫ്രെയിമിൻ്റെ ഭാഗമാണ്, ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഓവർ ഡ്രൈവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സോ സീൽഡ് ബീം യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹെഡ് ലാമ്പ് സർക്യൂട്ട്. അടുത്ത ചോദ്യം ഇതായിരുന്നു. MACT ഈസ് റിലേറ്റഡ് ടു ഫിറ്റ്നസ് ടെസ്റ്റ് ആണോ, ആക്സിഡൻറ്റ് ക്ലെയിം ആണോ, ലേണേഴ്സ് ടെസ്റ്റ് ആണോ, ഡ്രൈവിംഗ് ടെസ്റ്റ് ആണോ? അപ്പോൾ MACT ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ. സോ MACT ഈസ് റിലേറ്റഡ് ടു ആക്സിഡൻറ്റ് ക്ലെയിംസ്. സോ അടുത്ത ചോദ്യം ഇതായിരുന്നു. സ്പീഡ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ informatory sign, cautionary sign, road marking, mandatory sign. So speed limit is included in അടുത്ത ചോദ്യം ഇതായിരുന്നു. സ്പീഡ് ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ. സ്പീഡ് ലിമിറ്റ് ഏത് തരം സൈനാണ്? ഇൻഫോർമേറ്ററി സൈൻ ആണോ, കോഷണറി സൈൻ ആണോ, റോഡ് മാർക്കിംഗ് ആണോ, മാൻഡേറ്ററി സൈൻ ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ സ്പീഡ് ലിമിറ്റ് ദാറ്റ് ഇസ് എ മാൻഡേറ്ററി സൈൻ. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. സൂപ്പർ എലിവേഷൻ ഈസ് ഡാഷ് ഓഫ് എ ഹൊറിസോണ്ടൽ കർവ്ഡ് പോർഷൻ ഓഫ് എ റോഡ്. ഓപ്ഷൻ എങ്ങനെയായിരുന്നു? കോൺവെക്സിറ്റി, ഇൻവേർഡ് ട്രാൻസ്വേഴ്സ് ഇൻക്ലിനേഷൻ, പോസിറ്റീവ് ഗ്രേഡ്, camber. So super elevation is inward transverse inclination of a horizontal curved portion of a road. So option B ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം ഇതായിരുന്നു. A fare that is proportionate to the distance traveled is known as sonode fare, flat fare, reduced fare, graduated fare. So a fare that is proportionate to the distance traveled is known as graduated fare. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. The motor vehicle to which semi-trailer is attached is called. ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ട്രാക്ടർ, ഗ്രേഡർ, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ, മൊബൈൽ, ക്രെയിൻ. So a motor vehicle to which a semi-trailer is attached is called articulated vehicle. Option C is the answer. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച 40 ചോദ്യങ്ങൾ, 40 ചോദ്യത്തിൽ ഒരെണ്ണം ക്യാൻസൽഡ് ആണ്. അപ്പോൾ 39 ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ മെക്കാനിക്കൽ ഭാഗത്തിൻ്റെ വീഡിയോ ഉണ്ട്, അതും കൂടെ എല്ലാവരും നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് എങ്കിൽ അവിടെ നമ്മളുടെ ഒരു സിലബസ് പ്രകാരം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എൻജിൻ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആ ഒരു ഭാഗത്തു നിന്ന് ഒരു 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഫ്യൂവൽ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിങ്ങുമായി ബന്ധപ്പെട്ട് 1 ചോദ്യം, ഷാസി ആൻഡ് ഫ്രെയിം അതിൽ നിന്ന് 1 ചോദ്യം, സസ്പെൻഷൻ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ, ഇനി സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് 3 ചോദ്യം, ഇനി ബ്രേക്ക് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട് ഒരു 2 ചോദ്യം, ട്രാൻസ്മിഷൻ സിസ്റ്റം അവിടെ നിന്നൊരു 6 ചോദ്യം വന്നിട്ടുണ്ട്, ഇനി ഇലക്ട്രിക്കൽ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ടൊരു 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനി ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ എന്നൊരു ടോപ്പിക്കുണ്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 ചോദ്യങ്ങൾ, ഇനി മോട്ടോർ വെഹിക്കിൾ ആക്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു 3 ചോദ്യങ്ങൾ, അതേപോലെ തന്നെ മോഡേൺ വെഹിക്കിൾ ടെക്നോളജി അവിടെ നിന്ന് ഒരു 3 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സിലബസിനനുസരിച്ച് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും
പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓട്ടോമൊബൈൽ ചോദ്യങ്ങളെ സംബന്ധിച്ച് 40 ചോദ്യങ്ങളാണ് ഓട്ടോമൊബൈൽ ഭാഗത്തു നിന്ന് വന്നത്. ഇനി 40 ചോദ്യങ്ങളാണ് മെക്കാനിക്കൽ ഭാഗത്തു നിന്ന് വന്നത്. ഓട്ടോമൊബൈലിനെ പോലെ തന്നെ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെക്കാനിക്കൽ ടോപ്പിക്കുകളും. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനെ നല്ല റാങ്ക് നേടാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റി വീഡിയോ വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അത് കമൻ്റായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, താങ്ക്